ഇറാനിലെ ബുഷെഹർ ആണവ നിലയത്തിൽ വീണ്ടും മിസൈൽ ആക്രമണം എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നപ്പോൾ ഒരു നിമിഷം ഭൂമിയിലെ എണ്ണക്കിണറുകൾ വറ്റിപ്പോകുമോ എന്ന് പലരും ഭയന്നു. ടെഹ്റാനിൽ നിന്ന് വരുന്ന ഓരോ വാർത്തയും ഇപ്പോൾ ഒരു ഭയത്തോടെയാണ് എല്ലാവരും കാണുന്നത്. കാരണം ഇത് വെറും ഒരു രാജ്യത്തെ പ്രശ്നമല്ല, ലോകം മുഴുവൻ അതിന്റെ ചൂടറിയാൻ പോകുന്നു. വീണ്ടും ഇറാനിലെ തന്ത്രപ്രധാനമായ ബുഷെഹർ ആണവ നിലയത്തിനു നേരെ അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മിസൈൽ പതിച്ചത് നിലയത്തിന് സമീപത്തെ ഒരു കെട്ടിടത്തിലായിരുന്നു. ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഈ ആക്രമണത്തിൽ ഒരു സുരക്ഷാ ജീവനക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇറാന്റെ ആണവോർജ ഏജൻസി ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ആണവ വികിരണ ഭീഷണിയില്ലെന്ന് ഉറപ്പു നൽകുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഭീഷണിയില്ല എന്നത് മാത്രമാണ് ഇവിടെ ഒരു ആശ്വാസം. കാരണം കുവൈറ്റിൽ നിന്ന് വെറും 240 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ആണവ നിലയം. ഒരു ചെറിയ ചോർച്ച പോലും കുവൈറ്റിന്റെ ഉറക്കം കെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുമ്പും 3 തവണ ഈ നിലയം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ തവണയും ലോകം ആകാംക്ഷയോടെയാണ് ഇവിടേക്ക് നോക്കുന്നത്. എന്നാൽ കഥ അവിടെയും തീരുന്നില്ല. ചിത്രം കൂടുതൽ വലുതാണ്. അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറിയ ഇറാൻ ഇപ്പോൾ കൂടുതൽ കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമോസ് കടലിടുക്കിനെ പോലെ ലോകം ഉറ്റുനോക്കുന്ന മറ്റൊരു തന്ത്രപ്രധാനമായ കടലിടുക്കാണ് ബാബ് അൽ മന്ദം. ഇതും അടച്ചിടാൻ ഇറാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളെയും എണ്ണ വ്യാപാരികളെയും ഒരുപോലെ ഞെട്ടിക്കുന്നത്. ചെങ്കടലിനെ ഏദൻ ഗൾഫുമായി ബന്ധിപ്പിക്കുന്ന ഈ ജലപാത ലോകത്തിലെ എണ്ണ കപ്പലുകളുടെ ഒരു പ്രധാന ഹൈവേ ആണ്. ഇതിന്റെ ഒരു വശത്ത് യമൻ സ്ഥിതി ചെയ്യുന്നു. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന യമനിലെ ഹൂതി വിമതർ മുമ്പും ഈ പാത വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അന്നത് സംഭവിച്ചില്ലെങ്കിലും ഇത്തവണ ഹൂതി വിമതരെ ഉപയോഗിച്ച് ഇറാൻ ഈ കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഹോർമോസ് കടലിടുക്ക് തുറക്കാൻ പല രാജ്യങ്ങളും ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനിടെ ബാബ് അൽ മന്ദം കൂടി അടച്ചാൽ എന്ത് സംഭവിക്കും? ലോകത്തിലെ ഇന്ധന വിതരണം ഒറ്റയടിക്ക് അവതാളത്തിലാകും. ഒരു തുള്ളി പെട്രോളിനും ഗ്യാസിനും വേണ്ടി ലോകം നെട്ടോട്ടമോടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. വാഹനങ്ങൾ നിലയ്ക്കും, വ്യവസായങ്ങൾ അടച്ചുപൂട്ടും, നമ്മുടെ വീട്ടിലെ അടുപ്പുകൾ പോലും തണുത്തുറയും. അതൊരു ഭീകരമായ അവസ്ഥയായിരിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ലോക നാടകത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഒരു ഭാഗത്ത് ആണവാക്രമണ ഭീഷണി, മറുഭാഗത്ത് എണ്ണ പ്രതിസന്ധിയുടെ കരിനിഴൽ. ഈ വലിയ ശക്തികളുടെ പോരാട്ടത്തിൽ ലോകത്തിലെ സാധാരണ ജനങ്ങൾക്ക് എന്ത് സംഭവിക്കും? വരാനിരിക്കുന്ന ദിവസങ്ങൾ ലോകത്തിൻ്റെത് ആകാംക്ഷയുടെയും ഭയത്തിൻ്റെതുമാകും. കാത്തിരുന്ന് കാണാം ഈ പുകമറകൾക്കപ്പുറം എന്ത് സത്യമാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന്. എന്തായാലും ഇസ്രായേലും അമേരിക്കയും ഇറാനും പോര് തുടരുകയാണ്. ഗൾഫിലടക്കം ഇറാന്റെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്.